നമസ്കാരം. എല്ലാവർക്കും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു വിഷു ആശംസിക്കുന്നു. ഈ നല്ല ദിനത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വരാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ചില വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഞങ്ങൾ പങ്കുവെക്കാം. നിങ്ങൾ ആ തിരക്കുകൾക്കിടയിലും അതിന് കാതോർക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പൊതുവെ വിഷുവൊക്കെ വളരെ തകൃതിയായിട്ട് തന്നെ ആഘോഷിക്കുന്ന ഒരു ഉത്സവം തന്നെയാണ്. എല്ലാവരും ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു ഐശ്വര്യത്തിൻ്റെ ഒരു ആഘോഷമാണ്. പക്ഷേ ഓരോ കാലഘട്ടങ്ങൾ കഴിയുന്തോറും എനിക്ക് തോന്നുന്നു ഓരോരുത്തരും ആഘോഷങ്ങളുടെ രീതി മാറിക്കൊണ്ടിരിക്കുന്നു. പണ്ടെന്നൊക്കെ എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങളൊക്കെ കൂടുതലും കളികളിൽ ഏർപ്പെടാനും എല്ലാവരും രാവിലെ കുളിച്ചൊരുങ്ങി കൈനീട്ടം വാങ്ങാനും ഒക്കെ ഇങ്ങനെ നിൽക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതലും ടി വിയുടെ ഒക്കെ ഫ്രണ്ടിലോട്ടൊക്കെ ഒതുങ്ങുകയാണ് ഇപ്പോഴെല്ലാവരും. പക്ഷെ എന്നാലും ആഘോഷങ്ങൾക്ക് എനിക്കൊന്നും ഒരു മാറ്റം ഇപ്പോഴും വന്നിട്ടില്ല. നിങ്ങളുടെ ഈ സൈഡിൽ എറണാകുളം സൈഡിലൊക്കെ എങ്ങനെയുണ്ട്? ഞങ്ങളൊക്കെ എപ്പോഴും പഴയ പോലെ തന്നെയാണ് ആഘോഷിക്കുന്നത്. കാരണം നമ്മുടെ കുട്ടികൾക്ക് അറിയണമല്ലോ എങ്ങനെയാണ് വിഷു ആഘോഷിക്കുന്നതെന്ന് അവരും അറിയണമല്ലോ. അതിനുവേണ്ടി ഞാൻ പഴയ പോലെ എൻ്റെ അമ്മയൊക്കെ ചെയ്തിരുന്ന പോലെ തന്നെ വെളുപ്പിനെ എണീറ്റ് ഡിം ലൈറ്റിൽ ആരെയും ഉണർത്തത്തൊന്നുമില്ല, ആ വിഷു വയ്ക്കുന്ന ആ റൂം നല്ലോണം ക്ലീൻ ചെയ്ത് നല്ല അരിയൊക്കെ വെച്ചിട്ട് കുമ്പളങ്ങയിൽ ഞാൻ കണ്ണുമൂക്കൊക്കെ അങ്ങ് എഴുതും കേട്ടോ. നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. കുമ്പളങ്ങ വെള്ളരിക്ക കുമ്പളങ്ങ വയ്ക്കുമല്ലോ, അപ്പൊ അതിൽ കണ്ണുമൂക്കൊക്കെ വെച്ചിട്ട് നമ്മുടെ ഓരോ നല്ല ഭംഗിയുള്ള കമ്മലൊക്കെ കുത്തി മാലയൊക്കെ ഇട്ട് പൊട്ടൊക്കെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ അതൊക്കെ കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഒരു രസമാണ്, അവർക്ക് അത് എടുക്കാനൊക്കെ തോന്നും. അപ്പൊ നമ്മൾ തൊടല്ലേ എന്ന് പറയുന്നതും അതൊക്കെ രസമാണ്. നിങ്ങളുടെയൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? എനിക്ക് വിഷുവിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ കൊച്ചായില്ലേ, ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു വളർന്നത്. അപ്പോൾ അവിടെ ഞങ്ങളുടെ വീട്ടിന് ചുറ്റും ഹിന്ദുസ് ആയിരുന്നു. അപ്പോൾ അവിടെ എല്ലാവരും നല്ല രീതിയിൽ വിഷു ആഘോഷിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ച് നാട്ടിൽ വന്നു പത്തനംതിട്ടയിൽ. അവിടെ ചുറ്റും ക്രിസ്ത്യൻസാണ്. അപ്പോൾ അവിടെ വിഷുവിൻ്റെ ആഘോഷമൊന്നുമില്ല. പക്ഷേ എനിക്ക് വിഷു ആകുമ്പോൾ ഞാൻ ആഘോഷിക്കുന്ന ട്രിവാൻഡ്രത്താകണേന്നാണ്. കാര്യം എന്താ? കൈനീട്ടം കിട്ടും. കാരണം വിഷു ആഘോഷിക്കുന്ന ഇടയിൽ കൈനീട്ടം കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒത്തിരി സ്മരണകൾ നൽകിയിട്ടുണ്ട് വിഷു കുട്ടിക്കാലത്തേക്ക്. വിഷുവൊക്കെ എനിക്ക് തോന്നുന്നു ഓരോ സ്ഥലത്തും വിഷു ആഘോഷിക്കുന്ന പലതരം രീതിയിലാണെന്ന് തോന്നുന്നു. കാരണം ഞാൻ പറയുന്നത് ചിലയിടത്തേക്ക് വിഷുവിന് കഞ്ഞിയൊക്കെ ഉണ്ട്. ഈവൻ ചില സ്ഥലത്ത് പൊതുവേ വിഷു വെജിറ്റേറിയൻ ആണ് എങ്കിലും ചില സ്ഥലത്ത് എനിക്കൊന്ന് നോൺ വെജും ഒക്കെ ഉണ്ട്. നോൺ വെജ് ഉണ്ട്, കോഴിക്കോടൊക്കെ നോൺ വെജ് ഉണ്ട്. വിഷുവിന് നോൺ വെജ് വെക്കാറുണ്ട്. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ തന്നെ വിഷു ആണെങ്കിലും ഓണം ആണെങ്കിലും ഇലയുടെ ഒരു അറ്റത്ത് ഒരു ഇച്ചിരി ഉണക്കമീനെങ്കിലും വറുത്തതില്ലെങ്കിൽ ഞങ്ങൾക്ക് തൃപ്തി ഉണ്ടാവില്ല. അങ്ങനെ വളരെ സന്തോഷത്തോടെയാണ് നമ്മളെല്ലാവരും വിഷു ആഘോഷിക്കുന്നത്. അപ്പോൾ എനിക്കൊന്ന് പ്രേക്ഷകരെല്ലാം വളരെ തിരക്കാണെന്ന് തോന്നുന്നു അടുക്കളയിൽ ഓരോ കുക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്താലോ? പിന്നെ തീർച്ചയായും നമുക്ക് നല്ലൊരു റെസിപ്പി കൊടുക്കാം അല്ലേ? അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ വിഷു നല്ല എന്തുവാ ഐശ്വര്യത്തിൽ നല്ല മധുരമുള്ളതായിക്കോട്ടെ. ഒരു മധുരമുള്ള ഏതെങ്കിലും ഒരു വിഭവം കൊണ്ട് തുടങ്ങിയാലോ? നമുക്ക് പായസം തന്നെ ആയാലോ? ഓ, പായസം നല്ലതാണ്. പക്ഷെ നമുക്കൊരു വെറൈറ്റി ആയിട്ട് ചെയ്യാം. വെറൈറ്റി എന്തായാലും വേണമല്ലോ. പക്ഷെ ഇത് വലിയ എക്സ്പെൻസീവ് ഒന്നും അല്ല. പിന്നെ നമ്മൾ എന്തുവാന്ന് പറയുന്നത് നമുക്ക് അവർക്ക് സസ്പെൻസ്. അതെന്തായാലും തീർച്ചയായും വേണം. അതായത് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ പായസത്തിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞാൽ കണിക്കകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മുഖ്യ ഒരു സാധനമാണ്. ഞങ്ങൾ ഉപയോഗിക്കുന്ന ആ സാധനത്തിന് ചുറ്റും മുള്ളുണ്ട്. പിന്നെ ഇപ്പൊ എനിക്കൊന്ന് ഒരുമാതിരി മനസ്സിലായി കാണും. ഇപ്പൊ രണ്ട് ഇതുണ്ടായിട്ടുണ്ടാകണം. ഒന്നുകിൽ ചക്കയാകാം അല്ലെങ്കിൽ കൈതച്ചക്കയാകാം. മധുരമാണ്. അതെ, ഓക്കെ. ഇനി നമുക്ക് പിന്നെ ഒരു ക്ലൂവും കൂടെ കൊടുത്തേക്കാം. ഒരു ക്ലൂവും കൂടെ. ഇതിനകത്ത് ഒത്തിരി കുരുക്കളും ഉണ്ട്. കഴിഞ്ഞല്ലേ? ഇനിയിപ്പോ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല അല്ലേ? അതെ, ഞങ്ങള് ചക്കക്കുരുവും കൊണ്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസമാണ് ഉണ്ടാക്കുന്നത്. സരിതയുടെ പ്രിപ്പറേഷൻ ആണ്. സരിത എന്നോട് പറഞ്ഞു നമുക്ക് ചക്കക്കുരുവും കൊണ്ട് ഉണ്ടാക്കാം, വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്ക് അതും ഉണ്ടാക്കാം. അപ്പം ഞാൻ നോക്കിയപ്പോൾ തോന്നി, കാരണം എക്സ്പെൻസീവ് അല്ല, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഇതും കൂടാണ് ചക്കക്കുരു. ഇപ്പം നമ്മളിപ്പോൾ ആരും അറിയുന്നില്ല, കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ എല്ലാവരും ബേബി ഫുഡ്സ് ഒക്കെയാണ് കൊടുക്കുന്നത്. പക്ഷേ ഈ ബേബി ഫുഡിൻ്റെ ഒക്കെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ ചക്കക്കുരുവിൽ നിന്നാണ്. കാരണം ചക്കക്കുരുവിൽ ഒത്തിരി കാർബോഹൈഡ്രേറ്റിനെക്കാട്ടി കൂടുതൽ പ്രോട്ടീൻ ഉണ്ട്, അതുപോലെ തന്നെ ഫൈബർ റിച്ചും ആണ്. ഇത് ക്യാൻസറിന് നമുക്ക് യൂസ് ചെയ്യുന്ന ഒത്തിരി എഫക്റ്റീവ് ആയിട്ടുള്ള റെഡ് തൊലി. എല്ലാവരും ആ തൊലി ഇങ്ങനെ ചീന്തി കളയുമല്ലോ, പക്ഷെ അത് കളയാൻ പാടില്ല. അതാണ് ക്യാൻസറിനുള്ള മരുന്ന്. അപ്പോൾ എന്തുകൊണ്ടും ന്യൂട്രീഷ്യസും അതുപോലെ തന്നെ വളരെ ചിലവ് കുറഞ്ഞതുമായിട്ടുള്ള ഒരു ഡിഷും കൊണ്ടുള്ള ഒരു പായസമാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്കതിന് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ആദ്യമേ പരിചയപ്പെടാം. ചക്കക്കുരു, ശർക്കര പാനിയാക്കിയത്, നെയ്യ്, തേങ്ങാക്കൊത്ത്, അണ്ടിപ്പരിപ്പ്, തേങ്ങാപ്പാല്, ഏലക്ക, കിസ്മിസ്.
പ്രേക്ഷകർ നിങ്ങൾ വിഷുദിനത്തിൽ, കാരണം വിരുന്നുകാരൊക്കെ വരുന്ന ഒരു ദിവസമാണ്, എല്ലാവരും തിരക്കാണ് ഞങ്ങൾക്ക് അറിയാം. അപ്പം നിങ്ങളുടെ സമയം ഞങ്ങൾ കൂടുതൽ എടുക്കുന്നില്ല. അതുകൊണ്ട് ജസ്റ്റ് ചക്കക്കുരു ഞങ്ങളൊന്ന് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏത് വെജിറ്റബിൾസ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ എപ്പോഴും ബോയിൽ ചെയ്യുമ്പോൾ കുറച്ച് വെള്ളത്തിൽ മാത്രം നമ്മളത് പുഴുങ്ങുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ നമ്മളത് വെള്ളം കൂടിക്കഴിഞ്ഞ് നമ്മൾ ഊറ്റിക്കളയുമ്പോൾ അതിൻ്റെ എല്ലാ ഗുണങ്ങളും പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടിൽ അമ്മച്ചിമാർ പറയുന്നത് വിറ്റാമിൻ ഊ പോകുമെന്ന് പറയുന്നത്. വിറ്റാമിൻ ഊ. അപ്പോൾ അതുപോലെ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വിറ്റാമിൻ ഊവും എയും ഒന്നും പോകാതിരിക്കാനായിട്ട് കുറച്ച് വെള്ളത്തിൽ മാത്രം നമ്മൾ പുഴുങ്ങി. പിന്നെ ഇപ്പോഴത്തെ ഒരു കേസിൽ നമുക്ക് കുറച്ച് വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, പായസത്തിൽ യൂസ് ചെയ്യാം. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് ബോയിലായി ഇരിപ്പുണ്ട്. ഇനി ഇതിനെ നമ്മൾ നല്ലപോലെ സ്മാഷ് ചെയ്യും. ഒന്നെങ്കിൽ നമുക്കിത് സ്പൂണും കൊണ്ട് സ്മാഷ് ചെയ്യാം. ഇനി അതുമല്ല നല്ലപോലെ കിട്ടണം എന്നുണ്ടെങ്കിൽ മിക്സിക്കകത്തിട്ട് ഒരു നടിച്ചാൽ മതി. തീരെ അങ്ങ് കുഴമ്പ് പരുവാകലെ ഒരു ഇച്ചിരി ചെറുതായിട്ട് ചിലവർക്ക് കടിക്കണം, തരിയൊക്കെ ചിലവർക്ക് വേണം. അപ്പൊ അതൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് തരിയൊക്കെ ഉണ്ടാവുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിച്ച് കഴിക്കാൻ നല്ലതല്ലേ. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ ഇത്രയുമുള്ള ഒരു പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളി വെക്കാം. ഈ ചക്കക്കുരു പുഴുങ്ങിയതിൻ്റെ മണം കേട്ടപ്പോൾ തന്നെ നമ്മുടെ പഴയ കാലത്തിൽ ഞങ്ങളൊക്കെ ഈ ചക്കക്കുരു പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ചക്കക്കുരു പുഴുങ്ങും, തീക്കാറ്റ് വെച്ച് ചുടുമൊക്കെ ചെയ്യുമായിരുന്നു. നല്ല ഇഷ്ടമായിരുന്നു അതൊക്കെ. ചുട്ട ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ ഈ മണം കേട്ടപ്പോൾ നമ്മൾ എപ്പോഴോ ഒരു പഴയ കാലത്തിലേക്ക് നമ്മൾ പോയതുപോലെ ഒരു ഓർമ്മ. വെള്ളം ഒഴിക്കാം. നല്ല ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ. അപ്പം നമ്മൾ വെള്ളം ഇങ്ങനെ ചൂടായിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് ഇതിനകത്തിടാം. ഇത് ആഡ് ചെയ്യാം അല്ലേ. ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അല്ലേ, അല്ലെങ്കിൽ അടിക്ക് സാധ്യതയുണ്ട്. പായസം എല്ലാം പൊതുവെ എങ്ങനെയാണ്, അടുക്കി പിടിക്കും, പെട്ടെന്ന് അടുക്കി പിടിക്കും. അപ്പോൾ ഈ പ്രാവശ്യം നിങ്ങളെല്ലാവരും അടപ്രഥമനും സേമിയയും ഒക്കെ ഉണ്ടാക്കുന്നുണ്ടാകാം. ഇപ്രാവശ്യം ഒരു വെറൈറ്റി ആയിട്ടുള്ള പായസം തന്നെ ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്ന് ഞങ്ങളെ അറിയിക്കുകയും കൂടെ വേണം. ഇതിപ്പോൾ ഞങ്ങൾ തരി ഇട്ടിട്ടുണ്ട്, നല്ല തരിയുണ്ട് ഇതിൽ. ഒരു തുള്ളി പോലും കളയണ്ട, എല്ലാം പ്രോട്ടീനാണ്. ചിലപ്പോൾ ക്യാൻസറിൽ നിന്ന് നമ്മളെ രക്ഷിച്ചാലോ. തീർച്ചയായും. ഇപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ ശർക്കരപ്പാനി ഒഴിക്കാം. പക്ഷെ നമ്മൾ ചക്കക്കുരി ഇനി കുറച്ചും കൂടി വേവണം എന്നുണ്ടെങ്കിൽ പാനി ഒഴിച്ചു കഴിഞ്ഞാൽ ഇതങ്ങ് കല്ലിച്ചു പോകും. അത് ചക്കക്കുരുവിൻ്റെ മാത്രം പ്രത്യേകതയല്ല. ഒട്ടിപ്പോൾ എന്താ പറയുക, അടപ്രഥമൻ അതിനൊക്കെ ഇത് പാനി ഒഴിക്കുമല്ലോ. അപ്പോൾ അടപ്രഥമൻ അധികം വെന്തിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പാനി ഒഴിച്ച് കഴിയുമ്പോൾ കട്ടിയായി പോകും. നമുക്കിത് ഒഴിച്ചാലോ? ഒഴിക്കാം. കാരണം എന്താ പറയുക, നമ്മുടെ നന്നായി വെന്തിട്ടുണ്ട്. എനിക്കിതങ്ങോട്ട് ഒഴിച്ചോളാഞ്ഞിട്ട് വയ്യ. എന്നാ ഒഴിച്ചോളൂ. ആഹാ, എന്താ കളർ ഇപ്പൊ ശരിക്കും എന്തൊരു ചോക്ലേറ്റിന്റെ കളറുണ്ട്. കണ്ടുകഴിഞ്ഞാൽ തോന്നും ചോക്ലേറ്റ് പൈസ ആയിട്ട് തോന്നും. കുറച്ചുകൂടെ വേണോ? കുറച്ചുകൂടെ വേണം. എനിക്ക് തോന്നുന്നു നമ്മൾ അടപ്രഥമനൊക്കെ ഉണ്ടാക്കുന്നതിനെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ എളുപ്പം ഇതാണെന്ന് തോന്നുന്നു അല്ലേ. ഞാനൊക്കെ കൊച്ചിലെ മുതലേ ഇങ്ങനെ ടി വിയിലൊക്കെ ഓരോ റെസിപ്പീസ് കാണുമ്പം ഞാൻ കുക്ക് ചെയ്ത് തുടങ്ങുമായിരുന്നു. എനിക്കിഷ്ടമായിരുന്നു. എനിക്കും ഇഷ്ടമാണ്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ, വളർന്നു വരുന്ന കൊച്ചു കുഞ്ഞുങ്ങളും ഇത് ട്രൈ ചെയ്യണം. ഇതിൻ്റെ മണം വന്നപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഡിലീഷ്യസ് ആണെന്ന് തോന്നുന്നു, ഭയങ്കര യമ്മി ആണെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ഇത് പാനി മതിയെന്ന് തോന്നുന്നു. മതി. അപ്പം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാൻ സമയമായോ? നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ടൈം സേവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതൊക്കെ ഞാൻ വറുത്ത് പോരാം. എൻ്റെ എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ, ഞാനും കൂടെ ഉണ്ടാക്കുമല്ലേ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലതാണെങ്കിൽ സരിത ഉണ്ടാക്കിയത്, അല്ലല്ല നല്ലതാണ് ഞാൻ ഉണ്ടാക്കിയത്, നല്ലതാണെങ്കിൽ സരിത ഉണ്ടാക്കിയത്. നന്നാവും കേട്ടോ. ഇതെന്താ? അതെ അല്ലേ, നല്ലതാകട്ടെ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലതാകും എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അത് എളുപ്പമുള്ള പണിയാണ്. പാൻ ചൂടാക്കി നെയ്യിട്ട് ഇത് വറുത്ത് കോരുകയാണ്. മുതിർന്നവർ മാത്രമല്ല കേട്ടോ ഇപ്പോൾ കുക്കിംഗ്, കുഞ്ഞുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ. ഫ്ലവേഴ്സിലെ തന്നെ കുട്ടിക്കലവറ, അത് വലിയൊരു കുട്ടിക്കലവറ നമ്മൾ തെളിയിച്ചില്ലേ, കുഞ്ഞുങ്ങളാണ് താരം എന്നുള്ളത്. ഇപ്പൊ ഞാൻ എന്ത് വീട്ടിലുണ്ടാക്കുമ്പോഴും എന്റെ മോൻ വരും, അമ്മ ഞാൻ ഉണ്ടാക്കാം. പ്രേക്ഷകർക്ക് ഒരു കാര്യം അറിയോ, നമ്മുടെ കുട്ടിക്കലവറയിലെ താരം കൃഷ്ണമൂർത്തിയുടെ അമ്മയാണ് ഈ നിൽക്കുന്നത്. അപ്പൊ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, നമ്മളൊരു ഇച്ചിരിയെങ്കിലും കുക്കിംഗ് അറിഞ്ഞിരിക്കണം. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും പഠിപ്പിച്ചു കൊടുക്കണ്ട, അവർ തന്നെ ഉണ്ടാക്കി പഠിക്കുന്നുണ്ട്. നമ്മൾ തേങ്ങ ഇപ്പം നമുക്ക് വറുത്ത് കോരാം അല്ലേ. നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ നമുക്ക് തേങ്ങ വറുത്ത് കോരാം.
ഫുൾ ഇട്ടേക്കട്ടെ? ഫുൾ ഇട്ടോ. പക്ഷെ ഒരുപാട് തേങ്ങാക്കൊത്ത് വേണ്ട, കാരണം നമുക്ക് ഇതിൽ തന്നെ ഒരു തരിയുണ്ട്, ഇതിൽ തന്നെ നമുക്ക് ചവച്ച് കഴിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത് അത്ര വേണ്ട. പിന്നെ നമുക്കിനി അണ്ടിപ്പരിപ്പൊക്കെ വരുമല്ലോ, അപ്പൊ ഒരുപാട് തേങ്ങാക്കൊത്ത് വേണ്ട. ടേസ്റ്റ് ആണ്. ഇപ്പുറത്ത് നെയ്യുടെ മണം, അപ്പുറത്ത് പായസത്തിന്റെ മണം. ഇത് പ്രേക്ഷകരിൽ ആരാണ്ടൊക്കെ അവിടെ ഇരുന്ന് കൊതി വിടുന്നുണ്ട്. അവർക്ക് ഈ മണം കിട്ടിയെന്ന് തോന്നുന്നു. അത് ഞങ്ങളുടെ അല്ല, നിങ്ങളുടെ അടുക്കളയിലെ പായസത്തിൻ്റെയാണ്. അപ്പം നമ്മുടെ തേങ്ങ ഇങ്ങനെ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കത് കോരാം. ആ സമയത്ത് സരിത അവിടെ പായസം ഇട്ട് കുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് നല്ലൊരു തിക്കാവണം അല്ലേ? തിക്കാവണം. സോ അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഇതിനകത്തോട് തന്നെ ഈ നെയ്യ് തന്നെ നമുക്ക് കാഷ്യൂനട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതും നെയ്ക്കകത്ത് അങ്ങോട്ട് വറുത്ത് കോരുക. എനിക്ക് തോന്നുന്നു പൊതുവേ ഒട്ടുമിക്ക ആളുകൾക്കും പാൽപ്പായസമാണ് ഇഷ്ടം. എനിക്ക് സേമിയ പായസം ഇഷ്ടം. എനിക്ക് പാലട ഇഷ്ടം. അപ്പം അതുപോലെ തന്നെ നിങ്ങൾ ഈ പായസത്തെ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിയുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടും. ഇപ്പം നമ്മൾ കാഷ്യൂനട്ട് നെയ്ക്കകത്ത് വറുത്തെടുത്തു. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യാം. കിസ്മിസ് അല്ലേ? കിസ്മിസ്. പൊതുവേ നമ്മൾ വിഷുവിന് കണി ഒരുക്കുമ്പോൾ നമ്മൾ കൃഷ്ണനെയാണ് വെക്കുന്നത്. അതെ. പക്ഷേ നമ്മൾ അതൊരു പൂജയ്ക്കൊക്കെ വെക്കുമ്പോഴാണെങ്കിൽ സരസ്വതി ദേവിയെ വെക്കും. സരസ്വതി ദേവി വിദ്യാഭ്യാസം. അപ്പോൾ ഈ കൃഷ്ണനെ നമ്മൾ ഈ കണിയിൽ വെക്കുന്നതിൻ്റെ പ്രത്യേകത, എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? എന്താ അത്? പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ കൃഷ്ണനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ അതുമല്ല, ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാം, എനിക്ക് കൃഷ്ണനെ ഇഷ്ടപ്പെടാൻ കൂടുതൽ കാരണം എന്താ വെച്ചാൽ എനിക്ക് പെൺകുട്ടികളായിരുന്നു ഇഷ്ടം. അപ്പോൾ കല്യാണത്തിന് മുമ്പ് എപ്പോഴും പറയും എനിക്ക് പെൺകുട്ടിയെ വേണം എന്നൊക്കെ തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ കല്യാണം കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ട് കയറുമ്പോൾ എൻ്റെ കയ്യിൽ വിളക്കുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ കയ്യിൽ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു ഗിഫ്റ്റും ഉണ്ടായിരുന്നു. പക്ഷെ അത് അറിയാമായിരുന്നു, കൃഷ്ണനാണെന്ന് അറിയാമായിരുന്നു. ഞാൻ ഈ കയ്യിൽ കൃഷ്ണനെയും പിടിച്ചു, ഈ കയ്യിൽ വിളക്കും പിടിച്ചിട്ടാണ് ഞാൻ കയറിയത്. കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, ദൈവമേ എനിക്ക് ആൺകുട്ടി തന്നെ ആയിരിക്കും, പെൺകുട്ടി ആഗ്രഹിച്ച എനിക്ക് ആൺകുട്ടി ആയിരിക്കും എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത് ആരോടും പറഞ്ഞില്ല. കറക്റ്റ് എനിക്ക് ആൺകുട്ടി തന്നെ. അപ്പം നമ്മുടെ പായസം ഏകദേശം റെഡിയായി. മീൻ ടൈമിൽ ഞാൻ ഇവിടെ കിസ്മിസും കാഷ്യൂനട്ടും തേങ്ങാക്കോത്തും എല്ലാം കൂടെ ജസ്റ്റ് ഫ്രൈ ചെയ്ത് വെച്ചു. നമുക്ക് ഈ തേങ്ങാപ്പാൽ 2 ഏലക്ക പൊളിച്ചിടണം അല്ലേ? ഈ 2 എന്നുള്ളത് 3 ആയല്ലോ? കുഴപ്പമില്ല. അതൊക്കെ അനുസരിച്ചാണ്. കണക്കൊന്നുമില്ല. അത് പിന്നെ പ്രത്യേകിച്ച് നമ്മൾ വീട്ടമ്മമാരോട് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. കണക്ക് ഉപ്പ് സഹിതം കൈക്കണക്കാണ്. നമ്മൾ ഏലക്കയൊക്കെ പൊടിച്ചിട്ടു. പായസം ഏകദേശം റെഡിയായിക്കൊണ്ടേയിരിക്കുന്നു. മണം വന്ന് തുടങ്ങി. പക്ഷെ മണത്തിനിടയിൽ ഒരു കാര്യം മറന്നു പോയെന്ന് തോന്നുന്നു, നമ്മൾ തേങ്ങാപ്പാൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതുവരെ നമ്മൾ ഭയങ്കരമായിട്ട് ഇരുന്ന് കത്തി അടിച്ച് പ്രേക്ഷകരും ഒക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഓർമ്മയുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അപ്പോൾ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഉപയോഗിച്ചത് ആദ്യമേ ചക്കക്കുരു കുറച്ച് ഉപ്പിട്ട് നമ്മൾ കുക്കറിൽ ജസ്റ്റ് ഒന്ന് പുഴുങ്ങിയെടുത്തു. അതിനുശേഷം അതിന് നല്ലപോലെ സ്മാഷ് ചെയ്തു. ആ സ്മാഷ് ചെയ്തതിനകത്ത് ചൂടുവെള്ളം അല്ലെങ്കിൽ ഒരു ഉരുളിക്കകത്ത് ഇച്ചിരി വെള്ളം ചൂടാക്കിയിട്ട് ചൂടുവെള്ളത്തിൽ ആ സ്മാഷ് ചെയ്ത ചക്കക്കുരുവിനെ ഇട്ടു. അതിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് ഈക്വലി ചൂടായി വന്നപ്പോൾ നമ്മൾ ശർക്കര പാനിയാക്കിയത് ഒഴിച്ചു. അത് ഇട്ട് നല്ലപോലെ തിളച്ചു വരികയാണ്. ആ തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് സമയം ലാഭിക്കാനായിട്ട് നമ്മൾ നെയ്ക്കകത്ത് തേങ്ങാക്കോത്ത്, കാഷ്യൂനട്ട്, കിസ്മിസ് ഇതെല്ലാം ജസ്റ്റ് ഒന്ന് എണ്ണയ്ക്കകത്ത് വഴറ്റിയെടുത്തു. തിളച്ച് വന്നപ്പോഴത്തേക്ക് 2-3 ഏലക്ക ഫ്ലേവറിന് വേണ്ടി ഏലക്ക നമ്മൾ ആഡ് ചെയ്തു. അപ്പം നമുക്കിനിയും തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം അല്ലേ? തേങ്ങാപ്പാൽ ഒന്നിച്ചങ്ങിടുകയാണോ? ഒന്നിച്ചിടുകയാണ് ചെയ്യുന്നത്. ഫ്ലേവറൊക്കെ കേട്ടിട്ട് നന്നാണ്. പക്ഷേ ഇത് സരിത ആദ്യമായിട്ടുണ്ടാക്കുകയാണോ? ഇല്ല, ഇതിപ്പോ 3ാമത്തെ വട്ടമാണ്. 3ാമത്തെ വട്ടം. 2 വട്ടം ഉണ്ടാക്കി ആർക്കൊക്കെയാ കൊടുത്തത്? എന്റെ മോനെ ഞാൻ കൊടുത്തു. അപ്പോൾ നമ്മുടെ പായസം ആയി
അതെ, നല്ല വെട്ടി തിളക്കിയാണ്. അത് നമ്മൾ പറയത്തില്ലേ. ഇപ്പൊ നമ്മൾ കുറച്ച് ലൂസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. കാരണം ഇത് നമ്മൾ ഓഫ് ചെയ്തൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നന്നായി കുറുകും. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ട പോലെയാവും. അതിൽ നല്ലത് നമ്മളിപ്പോ തന്നെ ലൂസാക്കി എടുക്കുന്നതാണ് നല്ലത്. ഓക്കെ ഓക്കെ. എനിക്കൊന്ന് ആ ചക്കക്കുരുവിനകത്ത് ചക്കക്കുരു കാരണമാണെന്ന് തോന്നുന്നു, എൻ്റെ കാർബോഹൈഡ്രേറ്റ് ഒക്കെ കാരണം ഓഫ് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ അത് ടൈറ്റ് ആവും. ഇപ്പൊ നമ്മൾ ലൂസാണ് കണ്ടു കഴിഞ്ഞാൽ വെള്ളം പോലെ ഇരിക്കും, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ടൈറ്റ് ആവും. അപ്പൊ ഇത്ര ലൂസ് ആണെങ്കിലും നമ്മൾ തേങ്ങാപ്പാൽ ആഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? തേങ്ങാപ്പാൽ നമ്മൾ കുറച്ചല്ലേ ചെയ്യുന്നുള്ളൂ, ഒരുപാടല്ല, കുറച്ച് ആഡ് ചെയ്യുന്നു. ഓക്കെ. അപ്പൊ നമ്മുടെ ചക്കക്കുരു പായസം വിഷു സ്പെഷ്യൽ സരിത ആൻഡ് ഡിനി അല്ലേ, എൻ്റെ കൂടെ പേര് ചേർത്തോട്ടെ, കാരണം നെയ്ക്കത്ത് ഞാനല്ലേ വറുത്തത്. അപ്പം ഞങ്ങൾ രണ്ടുപേരെയും സ്പെഷ്യൽ നിങ്ങൾക്ക് പ്രേക്ഷകർക്കായിട്ടുള്ള നല്ലൊരു വിഷ്വൽ ട്രീറ്റ് റെഡി ആയി കഴിഞ്ഞു. ഇതിനെയും അടുപ്പയിൽ നിന്ന് വാങ്ങാനായിട്ട് ഞാനിവിടെ കാത്തിരിക്കുകയാണ്. വർഷത്തെ വിഷുവിന് ഞങ്ങൾ വളരെ സ്നേഹത്തോടുകൂടെ നിങ്ങൾക്ക് വിളമ്പുന്ന ഒരു വിഷു കൈനീട്ടമാണ് ഈ ചക്ക പായസം. അതെ, ചക്കക്കുരു പായസം. ചക്ക ഇങ്ങനെ അടുത്തു, ആ മണം ഇങ്ങനെ പഴുത്ത ചക്കയാണെന്ന് തോന്നുന്നു. അതിന്റെ മണം കേട്ടപ്പോൾ പോലും എനിക്ക് ചക്കയോട് ഒരു ചായ്വ് വന്നിട്ടുണ്ട്. ഇനി എന്തായാലും നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെട്ട മാത്രം പോരാ, നിങ്ങളെല്ലാവരും ട്രൈയും ചെയ്യണം. നല്ല കിടിലമായിട്ടുള്ള ഒരു പായസമാണ്. വാങ്ങാം, മതി. അപ്പം നമ്മുടെ ചക്കക്കുരു പായസം റെഡിയായി. അപ്പം ഓഫ് ചെയ്തിട്ടാണ് തേങ്ങാപ്പാൽ നമ്മൾ ആഡ് ചെയ്യുന്നത്. കാരണം ഇത് തിക്ക് പേസ്റ്റ് ആണ്. കാരണം അതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്താൽ ചിലപ്പോൾ അത് പിരിഞ്ഞു പോകും. എനിക്കൊന്നു ഈ പായസത്തിന്റെ റെസിപ്പി എല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലേ? നല്ല സിമ്പിളാണ്. ഞാൻ പഠിച്ചു. പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല, എല്ലാരും ചെയ്യുന്നത് തന്നെ. ചക്കക്കുരു എന്നൊരു പേര് മാത്രം, ബാക്കിയെല്ലാം നമ്മൾ എല്ലാരും ചെയ്യുന്നത് തന്നെ. ഒരു വെറൈറ്റി ചക്കക്കുരു ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. എനിക്കൊന്നും ഇതുപോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാം കൂടെ നിങ്ങൾക്കാണെങ്കിലും ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. പല കാര്യങ്ങളിട്ട് ഈ കുക്കറി ആരും ഇന്ന രീതിയിൽ ചെയ്യാവൂന്ന് ആരും പറഞ്ഞിട്ടൊന്നും. നമുക്ക് ഇഷ്ടമുള്ള രീതി നോക്കുക. അപ്പൊ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഒഴിച്ചോ. ആഡ് ചെയ്യാം. കാഷ്യൂ ഇട്ടു, തേങ്ങാക്കോത്തിട്ടു. ആ നെയ്യുടെയും കൂടെ ആ ഒരു അരോമ. കിസ്മിസ് ഇട്ടു. അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇപ്പൊ നല്ല ലൂസ് ആയിട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് തണുത്ത് കഴിയുമ്പോൾ കാഷ്യൂനട്ടൊക്കെ അതിനകത്ത് വീഴാം. ഓക്കെ, മതിയല്ലേ? മതി, കുറച്ച് മതി. ഞാൻ അത് രുചി നോക്കിയിട്ട് നമുക്ക് പറയാം. ഈശ്വരന്മാരെ, ഞാനിതാ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നേ ചക്കക്കുരു പായസം. അരോമ കൊള്ളാം. ഇനി രുചി എങ്ങനെയുണ്ടോ നമുക്ക് നോക്കാം. എന്താ ഞാൻ പറയേണ്ടത്? പ്രേക്ഷകരെ സന്തോഷിപ്പിക്കണോ, സരിതയെ സന്തോഷിപ്പിക്കണോ? നീ പറ. നല്ല പായസമായിരുന്നു കേട്ടോ. ഞാൻ സരിതയ്ക്ക് ഒരു ടെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ വളരെ നല്ല പായസമാണ്. അതിനകത്ത് നല്ല ചക്കക്കുരുവിൻ്റെ ശരിക്കും ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. ഞാൻ നേരത്തെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കാണിച്ചു. ഇനി ഞാൻ ആസ്വദിച്ച് കുടിക്കാൻ പോവാം. സൂപ്പർ, ഒന്നും പറയില്ല. നല്ലതാണ്. നിങ്ങൾ ട്രൈ ചെയ്യണം, നിങ്ങൾ കഴിക്കണം. അപ്പോൾ ഫ്ലവേഴ്സ് ചാനലിനോട് ചേർന്ന് നിന്ന് പ്രേക്ഷകരായ നിങ്ങൾക്ക് ഞങ്ങൾ സ്നേഹത്തോടെ നൽകുന്ന വിഷു കൈനീട്ടം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് സ്വീകരിക്കണം. സ്വീകരിച്ചേ പറ്റൂ. ഞാൻ നിങ്ങൾക്ക് നല്ലൊരു കൈനീട്ടം തന്നു കഴിഞ്ഞു. ഇനി ഡിനി നിങ്ങൾക്ക് നല്ലൊരു കൈനീട്ടം തരും. ഡിനിയുടെ ഒരു പാട്ട്. എന്തായാലും സരിതയുടെ ഇഷ്ടദൈവമാണ് കൃഷ്ണന് വേണ്ടി ഒരു പാട്ട് പാടാം. ഓക്കെ, താങ്ക് യു. വീണുറങ്ങും ശ്രീരാഗമേ നിന്നെ ഉണർത്താൻ വരുന്നു കണ്ണൻ. മതി,
മതി, അത്രയും മതി. ആസ്വദിച്ചു വന്നപ്പോഴേക്കും അത്ര ആസ്വദിച്ചാൽ മതി. നമ്മളല്ലേ സീരിയലുകളൊക്കെ ആണെങ്കിൽ ആസ്വദിച്ച് വരുമ്പോൾ പീക്ക് ലെവലല്ലേ ബ്രേക്ക് ഇടുന്നത്, അതുപോലെ സസ്പെൻസ് ആയിക്കോട്ടെ. ഫ്ലവേഴ്സിന്റെ ഫസ്റ്റ് ആനിവേഴ്സറി കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വിഷു ആണ്. ആ ഒരു വിഷുവിന് ഇത്രയും നല്ല ഒരു എപ്പിസോഡുമായിട്ട് നമ്മളെ ഒരു പായസം ഉണ്ടാക്കാൻ നമ്മൾ ഇങ്ങോട്ട് ക്ഷണിച്ചതിന് ഫ്ലവേഴ്സിനോട് നമുക്ക് എല്ലാവിധമായി നന്ദിയും പറയണം. പിന്നെ അതുപോലെ തന്നെ പ്രേക്ഷകരായ നിങ്ങളുടെ കൂടെ ഈ വിഷു ഞങ്ങൾക്ക് ചെലവാക്കാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ അതുമല്ല, നമ്മളെയാണ് ഒരു കണി കണ്ടിരിക്കുന്നത്. ഓ, അപ്പൊ തീർച്ചയായിട്ടും നല്ലൊരു വർഷമായിരിക്കും. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ല നന്ദി അറിയിക്കുകയാണ്. നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരിക്കൽ കൂടെ തന്നെ എല്ലാവർക്കും വിഷു ആശംസകൾ. നമസ്കാരം.